തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെ കുരുതിക്കളമാക്കി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ. സമയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലും മത്സരപ്പാച്ചിലും പതിവായിട്ടും കണ്ണടച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടമുണ്ടായ ഊരകം സൗത്ത് ബസ് സ്റ്റോപ്പിലാണ്. ഇന്നലെ ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയുണ്ടായി. ഈ റൂട്ടിൽ, അതായത് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അടുത്തടുത്തുള്ള സമയത്തിൻ്റെ വ്യത്യാസമില്ലാതെ അടുത്തടുത്ത സമയങ്ങളിൽ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതുമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും പറയുന്നത്. 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ 40ഓളം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ 100ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചെറിയ സമയവ്യത്യാസത്തിൽ പെർമിറ്റ് നൽകിയിരിക്കുന്നതിനാൽ ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം പതിവാണ്. ഈ മത്സരയോട്ടമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അതുകൂടാതെ റോഡിൻ്റെ വീതി, റോഡ് മുഴുവൻ കയ്യേറി വാഹനങ്ങൾ. മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ പെർമിറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോട്ടിൽ വളരെ തുച്ഛമായിട്ട് 1-2 ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ആവശ്യമില്ലാതെ ഇത്രയധികം ലിമിറ്റഡ് സ്റ്റോപ്പ് ഇവിടെ അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അനുവദിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ബസ്സിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഇവിടെ ജനങ്ങൾ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിസരത്തു നിന്നും നിൽക്കുന്നത്. ഓട്ടത്തിനിടെ മറ്റു ബസ്സുകാരുമായി സമയത്തെ ചൊല്ലി തർക്കിച്ച് യാത്രക്കാരെ ഭീതിയിലാക്കി അമിത വേഗതയിൽ സർവീസ് നടത്തുന്ന ഡ്രൈവർമാരും ഈ റൂട്ടിലെ ബസ്സുകളിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ബസ്സുകൾക്ക് മിനിറ്റുകൾ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇവിടെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബസ്സുകളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല. എല്ലാ വണ്ടികളും ഒരേ സമയം ഒരു മിനിറ്റിൽ പാസ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ, പുതിയ റോഡ് പണിതെങ്കിലും അതിന് വീതി കൂട്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഫ്യൂച്ചറിൽ കണ്ടിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കണ്ടമാനം ബസ് വാഹനങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് ആക്സിഡൻറ്റിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുകയും ബസ് ജീവനക്കാർ ലഹരിയിൽ ജോലി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്ത് അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഒന്നാമത്തെ കാരണം അമിതവേഗതയാണ്, ബസ്സുകളുടെ അമിതവേഗത. പിന്നെ പെർമിറ്റ് 5 മിനിറ്റ് കൂടുമ്പോഴുള്ള പെർമിറ്റുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്കുള്ള പെർമിറ്റുകൾ ടൈമിങ്ങിൽ അടുത്ത ടൈമിങ് വന്നതുകൊണ്ട് തിരക്ക്. പിന്നെ പുതിയ റോഡ് നിർമ്മാണത്തിന് ശേഷം ചില സ്ഥലങ്ങളിൽ വീതി കുറവുണ്ട്. ലഹരി ഉപയോഗം ഉള്ള ആളുകൾ വണ്ടികളിൽ ഓടിക്കുന്നതായിട്ട് പരക്കെ പരാതിയുണ്ട്. മെയിൻ കാരണം ഓവർ സ്പീഡ് തന്നെയാണ്. ഓവർടേക്ക് ചെയ്യുക, വളവുകളിലൊക്കെ ഓവർടേക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിത്യസംഭവമാണത്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ട് യാത്രക്കാർക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി തുടരുകയാണ്. നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങളാണ് അതിന് കാരണം. ഇതിന് ശാശ്വതമായൊരു പരിഹാരം അത്യാവശ്യമാണ്. ഊരകത്തു നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.